ശ്രീ വിനോദ്, ഇപ്പോൾ കളക്ടർ എത്തണമെന്ന ആവശ്യം കാളികാവിലെ ജനങ്ങളിൽ നിന്ന് ഉയരുകയാണ്. ഈ കടുവയെ പിടികൂടിയിരിക്കുന്നു. ഇനി എന്താണ് എന്ന കാര്യത്തിൽ തീരുമാനം എങ്ങനെയാണ്? അങ്ങോട്ട് പോകുന്നുണ്ടോ? ജനങ്ങൾക്ക് ആശങ്കയുടെ ആവശ്യമില്ല. ജനങ്ങൾ ആശങ്കപ്പെടുന്നത് ഏതെങ്കിലും ഫോറസ്റ്റിലേക്ക് കടുവയെ തുറന്നുവിടുന്നുള്ളൊരു പേടിയാണ് ജനങ്ങൾക്കുള്ളത്. പക്ഷേ തീരുമാനമെടുത്തിരിക്കുന്നത് സൂവിലേക്ക് മാറ്റാനാണ്, മൃഗശാലയിലേക്കായിരിക്കും കടുവയെ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഏത് മൃഗശാലയിലേക്കായിരിക്കും? അക്കാര്യത്തിൽ കൃത്യത വന്നിട്ടില്ല, പക്ഷെ മൃഗശാലയിലേക്കായിരിക്കും മാറ്റുന്നത്. കാട്ടിലേക്ക് തുറന്നു വിടുന്ന ഒരു തീരുമാനമില്ല അല്ലേ? ഇല്ല, കാട്ടിലേക്ക് ഒരു കാരണവശാലും തുറന്നു വിടില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ വിനോദ്, എന്തുകൊണ്ടാണ് കാളികാവിലെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തണ്ടേ? അവരിപ്പോൾ അവിടെ വലിയ പ്രതിഷേധം തുടരുന്നുണ്ട്. ഒരുപക്ഷെ താങ്കൾ അവിടെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പിരിഞ്ഞു പോയേക്കും. അവർക്കൊരു ഉറപ്പ് കിട്ടാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും DFO അവരോട് സംസാരിക്കുന്നുണ്ട്. DFO ധനിക്ലാലുമായിട്ട് ഞാൻ സംസാരിച്ചു. DFO അവരെ കൺവിൻസ് ചെയ്യാം, വ്യക്തമാക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. നേരത്തെ വനം മന്ത്രി പറഞ്ഞ ഒരു കാര്യം, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി സംസ്ഥാനം അതിൽ തയ്യാറാക്കിയ കരട് പരിശോധനയ്ക്ക് കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി ഏജിൽ നിന്ന് ലഭിച്ചു. അത് പരിശോധിച്ച ശേഷം തുടർ നീക്കം എന്നുള്ളതാണ്. അപ്പോൾ അത് പരിശോധിച്ച ശേഷമുള്ള ഒരു തീരുമാനമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? അല്ല, തീരുമാനം തീർച്ചയായിട്ടും സേഫായിട്ട് സൂവിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി, അവിടെ ഒരു കടുവ കൂടി ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ വനം വകുപ്പിന്റെ നടപടികൾ അവിടെ തുടരുമോ? തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ, അങ്ങനെ എവിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടരും. ഇത് ഇത്രയും മുഴുവൻ സംവിധാനവും വനം വകുപ്പ് ഉപയോഗിച്ചിട്ടാണല്ലോ. ഈ 53-ാം ദിവസമാണ് കടുവ പിടിയിലാവുന്നത് എന്നൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ദൗത്യത്തിന് കൂടുതൽ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തുമോ? എങ്ങനെയാണ് ആലോചന? കടുവയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൗത്യം തുടരും. വളരെ നന്ദി ശ്രീ വിനോദ്. ഏതായാലും കളക്ടറുടെ ഉറപ്പ്, കളക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് റിപ്പോർട്ടിനോട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കടുവയെ കാട്ടിലേക്ക് വിടുന്നില്ല, കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാൻ പോകുന്നു. അത് കാളികാവിലെ ജനങ്ങളെ കൂടി അറിയിക്കേണ്ടതുണ്ട്. മുബഷീർ, ഇപ്പോൾ ആളുകൾക്ക് പിരിഞ്ഞു പോകാവുന്ന ആശ്വാസകരമായ തീരുമാനമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. മുബഷീർ.